2025-ലും ആഗോള വിമാന നിരക്കുകൾ ഉയരുമെന്ന് സൂചന. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വർദ്ധിച്ചു വരുന്ന ഇന്ധന ചിലവ്, പണപ്പെരുപ്പം, യാത്രക്കാരുടെ വർധനവ് എന്നിവ മൂലം 2025-ൽ ആഗോളതലത്തിൽ വിമാനയാത്രാ നിരക്കുകൾ ഉയരുമെന്നാണ് പ്രവചനം. ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക തുടങ്ങിയ മേഖലകളിലേക്കുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിൽ 2% മുതൽ 14% വരെ നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എയർലൈൻ പ്രവർത്തന ചിലവിന്റെ പ്രധാന ഭാഗമായ ഇന്ധനവില 2020-ന് മുമ്പുള്ള നില മറികടക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. പണപ്പെരുപ്പവും തൊഴിലാളി ക്ഷാമവും അടക്കമുള്ള ഘടകങ്ങൾ എയർലൈൻ ബജറ്റുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇത് നിരക്ക് ക്രമീകരണങ്ങളിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. മിഡിൽ ഈസ്റ്റിൽ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ് എയർവേസ് തുടങ്ങിയ പ്രധാന വിമാന കമ്പനികൾ ദീർഘദൂര വിമാനങ്ങൾക്ക് മിതമായ നിരക്ക് വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും പ്രീമിയം സേവനങ്ങൾ നൽകുന്നതിലും വൻതോതിൽ നിക്ഷേപം നടത്തിവരികയാണ് ഈ എയർലൈനുകൾ. UAE വിമാന കമ്പനികൾ വർഷം തോറും പ്രീമിയം ക്യാബിൻ ബുക്കിംഗുകളിൽ 18% വർധനവ് റിപ്പോർട്ട് ചെയ്തു വരികയാണ്. എയർ അറേബ്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ ലോ കോസ്റ്റ് വിമാന കമ്പനികൾ നിരക്ക് വർധനവ് താരതമ്യേന മിതമായി നിലനിർത്തി വരികയാണ്. പക്ഷേ ഇന്ധനവിലയിലെ കുത്തനെയുള്ള വർധനവ് കൂടുതൽ നിരക്ക് ക്രമീകരണങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. സുസ്ഥിരത നേടാനുള്ള വ്യോമയാന വ്യവസായത്തിന്റെ മാറ്റവും ടിക്കറ്റ് നിരക്കുകളെ സ്വാധീനിച്ചു വരികയാണ്. സുസ്ഥിര വ്യോമയാന ഇന്ധനം, കാർബൺ ഓഫ്സൈറ്റ് പ്രോഗ്രാമുകൾ എന്നിവയിലെ നിക്ഷേപങ്ങൾ നിരക്ക് ഘടനകളിൽ പ്രതിഫലിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഓപ്ഷനുകൾക്കായി പ്രീമിയം നിരക്ക് അടയ്ക്കാൻ തയ്യാറുള്ള യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അതേസമയം എയർലൈനുകൾ ഗ്രീൻ ടിക്കറ്റ് ശ്രേണികൾ അടക്കമുള്ള സംവിധാനങ്ങൾ യാത്രക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്.